ചപ്പാത്തിയുടെ ചോറിൻ്റെ കൂടെയൊക്കെ പറ്റിയ നല്ല കുറുകിയ കൂണ് തീയൽ. നമുക്ക് കൂണ് കറി എങ്ങനെ വെക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ അരമുറി തേങ്ങ ചിരണ്ടിയത് അടികട്ടിയുള്ള ചട്ടിയിലോട്ടിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഏകദേശം ഒരു ഓയിൽ കണ്ടൻറ്റ് മാറി കഴിയുമ്പം ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി നല്ല ബ്രൗൺ കളർ ആവണം വരെ, ഈ ഒരു കളർ വരുന്നിടം വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. അതിന് ശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് ഓപ്ഷനാണ് കേട്ടോ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, പെരുംജീരകവും കറുവപ്പട്ടയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്കൊന്ന് കടുകിട്ട് പൊട്ടിച്ചെടുക്കണേ. കടുകൊന്ന് പൊട്ടി റെഡിയായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത് അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങക്കൊന്ന് മൂത്ത് റെഡിയായി വരുമ്പോഴേക്കും 2 വറ്റൽമുളക് കണ്ടിച്ചതിനകത്തിട്ടെന്ന് വെച്ചാൽ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിടണം. അതിന് ശേഷം 3 പച്ചമുളക് കൂടെ നടുകെ കീറി അതുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. അതൊന്ന് മൂത്ത് റെഡിയായി വരുമ്പോഴേക്കും ചെറിയ ഉള്ളി ഇവിടെ നമ്മളൊരു 15ഓളം ചെറിയ ഉള്ളി 4ആയിട്ട് കീറി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കൂണ് നമ്മൾ നേരത്തെ വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി തിരുമ്മി 2 മണിക്കൂർ വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴണ്ട് റെഡിയായി വരുമ്പോഴേക്കും നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന കൂണ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. കൂണ് എത്രയും നേരം മഞ്ഞൾപ്പൊടിയിൽ വെള്ളത്തിൽ മുക്കിയിടാൻ പറ്റുമോ അത്രയും നല്ലതാണ് കേട്ടോ. അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ വെള്ളമായി ഒന്ന് മാറണം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആവശ്യമുള്ള ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ വെള്ളമായി ഒന്ന് വറ്റി വരുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചേക്കുന്ന ആ തേങ്ങയുടെ മിക്സ് ഒന്ന് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറോളം ഒന്ന് തിളയ്ക്കാൻ വെക്കണം. അടച്ച് വെച്ച് തന്നെ വേവിക്കണം കേട്ടോ. ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ ഒന്ന് നോക്കി ഉപ്പ് ഇട്ട് കൊടുക്കണം. ഒരു അരമണിക്കൂറത്തേക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തീയിൽ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് നോക്കണം വെള്ളം വറ്റി പോകുന്നുണ്ടെന്ന് കേട്ടോ. അതോ വെള്ളം വറ്റിപ്പോവാണെങ്കിൽ നമ്മുടെ ആവശ്യമുള്ള രീതിയിൽ വെള്ളം ചേർത്ത് എടുക്കാം. നമ്മുടെ തീയിലിവിടെ കൂണ് തീയിൽ റെഡി ആയിട്ടുണ്ട്.